കഴിഞ്ഞ മാസം സെപ്റ്റംബർ 5-ാം തീയതിയായിരുന്നു വാണിയമ്പലം റെയിൽവേ ഗേറ്റിലെ ഗതാഗത കുരുക്കിലകപ്പെട്ട് ആംബുലൻസിലുണ്ടായിരുന്ന ഒരു രോഗി മരണപ്പെട്ടത്. എപ്പോഴും ബ്ലോക്കാണ് ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈ രോഗിനായിട്ട് വരുന്ന ആംബുലൻസ് അടക്കം ഇതിൽ കുടുങ്ങാണ്. ഇപ്പൊ ഈ ഒരു വർഷത്തിലാണെങ്കിൽ 6-ലധികം മരണങ്ങൾ റെയിൽവേ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും ശക്തമായ പ്രതിഷേധമായിരുന്നു നടത്തിയിരുന്നത്. ദിവസവും 16 തവണയാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റ് അടക്കുന്നത്. ഇതേ തുടർന്ന് പ്രാഥമിക ചികിത്സ ലഭിക്കേണ്ട രോഗികൾ ഗതാഗത കുരുക്കിൽപ്പെടുന്ന അവസ്ഥ ഇവിടെ സർവ്വസാധാരണമാണ്. വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടി 2021-22 കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിലെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി 20,90,00,000 രൂപ അനുവദിച്ചിരുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ചുമതല ആദ്യഘട്ടങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള RBDCK ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് 100% റെയിൽവേ ഫണ്ടിംഗ് വിനിയോഗിച്ചുകൊണ്ടുള്ള സ്കീമിൽ ഉൾപ്പെടുത്തുകയും നിർമ്മാണ ചുമതല KRDCLനെ ഏൽപ്പിക്കുകയുമായിരുന്നു. നിലവിലെ സ്റ്റാറ്റസ് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കൊണ്ടുള്ള കാലതാമസമെന്നാണ് അധികാരികൾ അറിയിക്കുന്നത്. പക്ഷേ എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യം പരിഹരിച്ച് മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഗതാഗത കുരുക്കിൽപ്പെട്ട് ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അധികാരികൾ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു.